ഒരു മരം, ഇവിടെ ഒരു വീട്, അതൊക്കെ ഒന്ന് വരച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ഓക്കെ, അതിൻ്റെ വരയ്ക്കാൻ വേണ്ടി പോവുകയാണ്. ഇതൊക്കെ ഇങ്ങനെ വരയ്ക്കണമെന്നുള്ളൂ. ഇതിനൊക്കെ ലാസ്റ്റ് ഫിനിഷിങ് പോയിന്റ്. ഇപ്പോൾ ഗ്രാഫായിട്ട് ഇങ്ങനെ വരയ്ക്കുകയാണ് ചേച്ചിയെ. ഇപ്പോൾ ഇതിനെയൊക്കെ ഞാൻ ഫിനിഷിങ് പോയിന്റ് ആക്കി കൊടുക്കട്ടോ. ഇപ്പം ഞാൻ സിമ്പിളായിട്ടൊരു വീടൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ആൽത്തറയാണത് കേട്ടോ. അതൊക്കെ ഒന്ന് റെഡിയാക്കും. ജസ്റ്റ് ഒന്ന് നമ്മളൊരു ഇതാക്കണം കേട്ടോ. ഓക്കെ, നമ്മളിങ്ങനെ സിമ്പിളായിട്ട് വരയ്ക്കുന്നതൊക്കെയാണ് നമ്മൾ ശരിക്കും നാച്ചുറലായിട്ട് മാറുക. ഓക്കെ, അതൊക്കെ നമ്മളിപ്പോൾ വെറുതെ ഇങ്ങനെ റഫായിട്ട് വരയ്ക്കും, ലാസ്റ്റ് അത് ക്ലിയർ ആക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഓക്കെ, ഇത് വരയ്ക്കാൻ സമ്മതിക്കുന്നില്ല. ആ പെണ്ണിൻ്റെ ചാർട്ടൊക്കെ കീറി എൻ്റെ തന്നതാണ് വരയ്ക്കാൻ തന്ന ചാർട്ടൊക്കെ അവള് വാച്ചിൽ അടിച്ച് കീറി. വരയ്ക്കാനേ സമ്മതിക്കുന്നില്ലാന്ന്. അതൊരു ഗ്രാഫ് എടുത്ത് വരയ്ക്കാൻ പറഞ്ഞാൽ നോക്കി കടലാസിൻ്റെ പേപ്പറൊക്കെ കീറി. ഞാൻ അത് പുതിയത് വാങ്ങിക്കൊടുക്കേണ്ടി തോന്നുന്നു. ചങ്കേ, ഞാൻ ഫോൺ വിളി കഴിഞ്ഞ് വരുമ്പോൾ ഒന്നിൻ്റെ ഗ്രാഫ് എടുത്തിട്ട് പകുതിയാക്കി വെച്ച് വീടുകളൊക്കെ ഒന്ന് വരച്ചൊന്ന് ലെവലാക്കി ഇങ്ങനെ കളറൊക്കെ ഒന്ന് കൊടുത്ത് റെഡിയാക്കാൻ വേണ്ടത് മരങ്ങളുടെയൊക്കെ പകുതി വരച്ച് മരത്തിൻ്റെ തൂണൊക്കെ വെച്ച് ഒരു ആൽത്തറയൊക്കെ വരച്ച് ഒരു ഗ്രാഫ് എടുത്ത് റഫായിട്ടൊന്ന് റെഡിയാക്കാൻ പറഞ്ഞ് ഇരുന്ന സാധനത്തിൻ്റെ ചക്കിയും കുപ്പിയും പാച്ചും കൂടി കാട്ടിയിരിക്കുന്നുണ്ട്. ഞാൻ എന്ത് ഉത്തരവാദിത്തം പറയും എൻ്റെ ചങ്കേ, എനിക്ക് വയ്യ. ഉള്ളിലുള്ള കടലാസുകളൊക്കെ കീറിയിട്ടുണ്ട്. ദേ കണ്ടോളി മേഡം, അവൾ പറഞ്ഞു എന്നോടൊരു സിമ്പിളായിട്ട് വരച്ചാൽ മതിയെന്ന്. അതായത് ഒരു പഴയ വീട്, ഇപ്പം അത് പഴയ വീടായി. കളർ കൊടുക്കാൻ വേണ്ടി നിൽക്കുമ്പോഴേക്ക് കോള് വന്നിട്ട് പോയതാണ്. അതിന് ശേഷം ഉണ്ടായ സംഭവങ്ങളാണ്. എൻ്റെ പൂച്ച കുട്ടികൾ നിങ്ങൾ കണ്ടില്ലേ, അവിടെ എന്താ കാട്ടേണ്ടതെന്ന്. അവർ പോയ ശേഷം ഇങ്ങനെയൊക്കെ ആക്കി. വൈകാൻ മേഡം, ഞാൻ എന്ത് ചെയ്യും വൈകാൻ മേഡം? ഇതിന് ഞാൻ എന്ത് ചെയ്യും വൈകാൻ മേഡം? ഫോൺ വന്നത് പോയ സമയത്ത്, അതെടുക്കാൻ പോയ സമയത്ത് ഉണ്ടായ ഇവിടുത്തെ എന്താണ്, ഞാൻ എന്ത് ചെയ്യും? എനിക്ക് വയ്യ. ചിത്രങ്ങൾ പകുതിയാക്കി വെച്ചിരിക്കുന്നുണ്ട്. ഇതാ ചങ്കുകളെ, അങ്ങനെ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് കടിച്ച് കയറിയിട്ട് രണ്ടും കൂടി സുഖം നിദ്രയായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പാച്ചും കുപ്പിയും കൂടിയിട്ട്. ചക്കി പാവട്ടോ, അവൾ നിരപരാധിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.